2002 എഴുതി തുടങ്ങിയതും 2008 പ്രസിദ്ധീകരിച്ചതും 9 എഡിഷൻ പുറത്തിറങ്ങിയതുമായ ഇത് പിന്മഴയുടെ കാലം എന്ന ഗ്രന്ഥത്തിൽ നിന്നും ചില ആശയങ്ങൾ ഇന്ന് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ പൈശാചിക ശക്തികൾക്ക് വന്ന താഴ്ചയെക്കുറിച്ചും അവയുടെ അവസാനത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ ആ ഗ്രന്ഥത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ശബ്ദ സന്ദേശമായും കേൾക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവജനത്തെ അനുസരണക്കേടിൽ അകപ്പെടുത്തി മുന്നേറ്റത്തെ തടയുകയും പട്ടണങ്ങളെയും രാജ്യങ്ങളെയും അടക്കി ഭരിച്ച് ജനങ്ങളെ രോഗികളാക്കുകയും അധർമ്മത്തിനടിമപ്പെടുത്തുകയും നിത്യജീവനായി നിയമിക്കപ്പെട്ടവരുടെ ആത്മീക മുന്നേറ്റത്തിനെതിരായി പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തികളുണ്ട്. അവയെക്കുറിച്ചും ആത്മമണ്ഡലത്തിൽ ഇപ്പോൾ അവയ്ക്കുള്ള അധികാരത്തെക്കുറിച്ചും ഇനി ചിന്തിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. എഫേസ്യരിലേക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. ഈ ചതുർവിധ ശക്തികളെ അവയുടെ പ്രവർത്തന മേഖലയോടുള്ള ബന്ധത്തിൽ അവയെ രണ്ടായി തരംതിരിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ഭൗമിക ശക്തികളായും മറ്റ് 2 ശക്തികളെ ഭൗമേതര ശക്തികളായും ചിന്തിക്കാം. മനുഷ്യന് ആത്മാവ്, ദേഹം, ദേഹി എന്നിങ്ങനെയുള്ള 3 ഘടകങ്ങളുണ്ട്. ആദാം ദൈവകൽപ്പന ലംഘിച്ചതോടെ മനുഷ്യൻ്റെ ആത്മാവിൽ അനുസരണക്കേടിൻ്റെ ആത്മാവ് ക്രിയ ചെയ്തു തുടങ്ങി. ആത്മാവായ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ആത്മീകമായി മരിച്ചു. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ആത്മീക മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ തന്നെ ഈ മരണം മനുഷ്യൻ്റെ ആത്മാവിൽ വ്യാപരിച്ചു. കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനോട് ദൈവം കൽപ്പിച്ചു, നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ഈ ദൈവിക ശാപം നിമിത്തമാണ് മനുഷ്യൻ്റെ ശരീരത്തുമേൽ സാത്താൻ അധികാരം ലഭിച്ചത്. സാത്താൻ്റെ ഏറ്റവും ശക്തമായ ആയുധവും അവന് മനുഷ്യ ശരീരത്തുമേൽ ലഭിച്ചിരുന്ന ഈ അധികാരമായിരുന്നു. മരണമെന്ന ഈ ശക്തമായ ആയുധത്താൽ സാത്താൻ മനുഷ്യവർഗത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിപ്പോരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ സാത്താന്യ പ്രവൃത്തിയിൽ അടിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. പാപമില്ലാതെ പിറന്ന, പാപമില്ലാതെ ജീവിച്ച, പാപമില്ലാതെ മരിച്ച യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ പിടിച്ചു വെക്കുവാൻ സാത്താന് കഴിയുമായിരുന്നില്ല. ആദാമിൻ്റെ കാലം മുതൽ മനുഷ്യവർഗത്തെ അടിമപ്പെടുത്തിയിരുന്ന വാഴ്ചകളും അധികാരങ്ങളും തങ്ങളുടെ ആയുധവർഗം തങ്ങളിലും ബലമേറിയ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിന് മുമ്പിൽ താഴെ വെച്ചു. കൊലോസ്യ ലേഖനം പറഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം താഴെ വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഭൗമിക ശക്തികളായിരുന്ന വാഴ്ചകളും അധികാരങ്ങളും മനുഷ്യന് മേൽ തങ്ങൾക്ക് ലഭിച്ചിരുന്ന ആയുധവർഗത്താൽ മനുഷ്യവർഗത്തെ അടിമപ്പെടുത്തിയിരുന്നു. ഇവയുടെ ഏറ്റവും ശക്തമായ ആയുധം തന്നെയായിരുന്നു മരണം. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ക്രൂശുമരണത്താൽ സാത്താൻ്റെ ആയുധവർഗത്തെ താഴെ വെപ്പിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇവിടെ പറയുന്ന തൻ്റെ മരണത്താൽ നീക്കി എന്ന് പറയുന്ന നീക്കി എന്ന പദത്തിന് ഗ്രീക്കിൽ കറ്റാർജിയോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം അശക്തനാക്കുക, പ്രവർത്തനശേഷി ഇല്ലാതാക്കുക എന്നൊക്കെയാണ്. സാത്താന് മരണത്തിന്മേൽ ഉണ്ടായിരുന്ന അധികാരത്തെ ഇല്ലാതാക്കിയെന്നോ അവൻ്റെ അധികാര സ്ഥാനത്ത് നിന്ന് അവനെ സ്ഥാനഭ്രഷ്ടനാക്കിയെന്നോ നമുക്ക് ചിന്തിക്കാം. ആദാമ്യ പാപം മുതൽ മരണത്തിന്മേലും പാതാളത്തിന്മേലും അധികാരം സാത്താൻ്റേതായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മരണത്തെ ജയിച്ചെഴുന്നേറ്റതിനാൽ മരണത്തിന്മേലും പാതാളത്തിന്മേലുള്ള അധികാരം അപ്പോൾ മുതൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റേതായിത്തീരുന്നു. അതുകൊണ്ടാണ് ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് യോഹന്നാനോട് കർത്താവായ യേശുക്രിസ്തു പറയുന്നതായിട്ട് വെളിപ്പാട് ദിവസം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. എന്നാൽ മഹോപദ്രവകാലത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം സാത്താന് മരണത്തിന്മേലും പാതാളത്തിന്മേലും അധികാരം തിരികെ ലഭിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. വെളിപ്പാട് ദിവസം 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നതിന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഇങ്ങനെ അധികാരം ലഭിക്കുന്ന സാത്താൻ ഇരട്ടി ബലത്തോടെ മനുഷ്യനെ ആക്രമിക്കുമെന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൗമിക ശക്തികളായ വാഴ്ചകളും അധികാരങ്ങളും തങ്ങളുടെ അധികാരവും ആയുധവർഗവും നഷ്ടമാക്കിയെങ്കിലും
ഇന്നും അവ ദൈവജനത്തിനെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും എന്ന് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന ദൈവജനത്തിനെതിരായി പ്രയോഗിക്കുവാൻ ഒരായുധവും സാത്താനില്ല എങ്കിലും ഇന്നും വിവിധ തന്ത്രങ്ങളിൽ കൂടെ അവൻ ദൈവജനത്തെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നും സാത്താൻ നമ്മെ തോൽപ്പിക്കരുതെന്നും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 2-11 വാക്യമാണ് പറഞ്ഞത്. അപ്പോസ്തലനായിരുന്ന പൗലോസിന് യേശുക്രിസ്തു വെളിപ്പെടുത്തിയ സാത്താന്യ വിഭാഗങ്ങളിൽ അടുത്തതാണ് ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾ. ഇവ ആകാശമണ്ഡലത്തിൽ വ്യാപരിച്ച് ഭൗമിക ശക്തികളെയോ വാഴ്ചകളെയും അധികാരങ്ങളെയും നിയന്ത്രിക്കുന്നു. ഈ സാത്താന്യ നിരയെ ആകാശത്തിലെ സൈന്യവും എന്നും വിളിക്കാം. ലൂക്കോസ് സുവിശേഷം 10-18 വാക്യവും അപ്പോസ്തലർ പ്രവൃത്തി 7-42 വാക്യവും ശ്രദ്ധിക്കുക. യഹോവയായ ദൈവം ഇയ്യോബിനോട് കൽപ്പിക്കുന്നുണ്ട്, ആകാശത്തിലെ നിയമങ്ങൾ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണ്ണയിക്കാമോ? ഇയ്യോബ് 38:33. ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഈ സാത്താന്യ വിഭാഗത്തിന് ഭൂമിയുടെ മേൽ സ്വാധീനതയുണ്ടെന്നും ആ വാക്യത്തിൽ തെളിയുന്നുണ്ട്. ദൈവജനമായിരുന്ന ഇസ്രായേൽ എപ്പോഴൊക്കെ ദൈവവചന വ്യവസ്ഥയിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെയും സാത്താൻ അക്ഷരികമായും ആത്മീയമായും അവരോട് പോരാടിയിട്ടുണ്ട്. ബാബേൽ പ്രവാസകാലത്ത് ഭൗമിക ശക്തികളായ വാഴ്ചകളും അധികാരങ്ങളും ബാബേൽ രാജാവിൽ കൂടെ അക്ഷരികമായി പോരാടിയപ്പോൾ ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ലോകാധിപതികൾ ആത്മീകമായ നിലയിലും അവരോട് എതിർത്തു നിന്നു. ദൈവത്തിൻ്റെ സന്ദേശവാഹകനായ ഗബ്രിയേൽ ദൂതനെ പോലും തടയുവാൻ തക്കവണ്ണം ആകാശത്തിലെ സൈന്യം ബലം പ്രാപിച്ചിരുന്നു. ഇനിയും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളെക്കുറിച്ച് ചിന്തിക്കാം. സ്വർഗീയ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ഈ ദുഷ്ടാത്മ ശക്തിയെക്കുറിച്ച് പൗലോസിനുണ്ടായതിനേക്കാൾ ആഴമേറിയ വെളിപ്പാട് യോഹന്നാനുണ്ടായി. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളെക്കുറിച്ചും അവയുടെ പ്രവർത്തന രീതിയെയും ഭാവി കാലത്ത് അവയ്ക്കുണ്ടാകാൻ പോകുന്ന പതനത്തെക്കുറിച്ചും വ്യക്തമായൊരു വെളിപ്പാടാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടത്. വെളിപ്പാട് ദിവസം 12-7-10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്: പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരും മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയെക്കുറിച്ചും അവയുടെ പതനത്തെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട പല സംഗതികളും മേലുദ്ധരിച്ച വചനങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. 1. പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായി പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 12-2 വാക്യം. 3-ാം സ്വർഗവും ഉണ്ടെങ്കിൽ 1-ാം സ്വർഗവും 2-ാം സ്വർഗവും ഉണ്ടാവുമല്ലോ. ഇവിടെ പറയുന്ന 1-ാം സ്വർഗമോ 2-ാം സ്വർഗമോ ആയിരിക്കാം. സ്വർഗവും തൃക്കണ്ണിനും നിർമ്മലമല്ല എന്ന് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരിൽ ഒരാൾ പറയുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 25-5 വാക്യം. പിശാചും സാത്താനുമെന്ന മഹാസർപ്പമെന്ന പഴയ പാമ്പ് ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനെ വശീകരിച്ച് കളഞ്ഞ പഴയ പാമ്പ് തന്നെയാണ്. യേശുക്രിസ്തുവും മണവാട്ടിയ ദൈവസഭയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപാണ് ഈ ശുദ്ധീകരണം സ്വർഗത്തിൽ നടക്കപ്പെടുന്നത്. 2. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ സാത്താനും തൻ്റെ ദൂതന്മാരുമായി കയറി ചെല്ലുവാൻ അനുവദിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നുവെന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് സാത്താൻ ഇയ്യോബിനെതിരായി ദൈവത്തോട് വാദിച്ചത്. ഇയ്യോബിൻ്റെ പുസ്തകം 1-6 വാക്യം. ഇയ്യോബിനെതിരായി സാത്താൻ ദൈവത്തോട് വാദിച്ചതുപോലെ ഓരോ പുതിയ നിയമ വിശ്വാസിക്കെതിരായും സാത്താൻ ദൈവത്തോട് ഇന്നും വാദിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-10 വാക്യം. എന്നാൽ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് ഒരു നല്ല മധ്യസ്ഥനായ യേശുക്രിസ്തു ഉള്ളതിനാൽ സാത്താന്യവാദങ്ങൾ പരാജയപ്പെടുകയാണ്. എങ്കിലും മിഖായേൽ ദൂതൻ്റെ വാളേറ്റ് വീഴുന്നത് വരെ അവൻ തൻ്റെ പ്രവൃത്തി തുടരും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുവല്ലോ. അങ്ങനെ വെട്ടേറ്റ് വീഴുന്ന മഹാസർപ്പം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് തൻ്റെ ശക്തിയും വലിയ അധികാരവും കൊടുക്കും. വെളിപ്പാട് പുസ്തകം 13-2 വാക്യം. സമുദ്രം എന്നത് ലോകത്തെയും മൃഗം ക്രൂരനായൊരു മനുഷ്യനെയും കാണിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വീഴുന്ന മഹാസർപ്പം ആ മനുഷ്യനിൽ ക്രിയ ചെയ്തു തുടങ്ങുന്നതോടുകൂടിയാണ് അവൻ എതിർക്രിസ്തുവായി രംഗത്ത് വരുന്നത്. 3. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. ആദാമ്യ പാപം മുതൽ മിഖായേൽ ദൂതൻ്റെ വെട്ടേറ്റ് സ്വർഗത്തിൽ നിന്ന് വീഴുന്നതിന് ശേഷവും എതിർക്രിസ്തുവിൽ കൂടെ അവൻ തൻ്റെ പ്രവൃത്തിയെ തുടരുന്നത് കൊണ്ടാണ് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്.
ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങൾ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് യെശയ്യാവ് സാത്താനെക്കുറിച്ച് പറയുന്നത്. യെശയ്യാ പ്രവചനം 14:17 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 10:10. 4. യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ പഴയ പാമ്പും മഹാസർപ്പവും എന്ന സാത്താൻ നമുക്കെതിരെ ദൈവത്തോട് അപവാദം പറയുന്നു. പിശാചും മഹാസർപ്പവും എന്ന ഈ പഴയ പാമ്പ് സാത്താന്യ ശക്തിയുടെ തലയാണ്. അന്ധകാരത്തിൻ്റെ അധിപതിയും സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടദൂതന്മാരും ഭൗമിക ശക്തികളായ വാഴ്ചകളും അധികാരങ്ങളും അവയാൽ നിയന്ത്രിക്കപ്പെടുന്ന കോടിക്കണക്കിന് അശുദ്ധാത്മാക്കളും ദൈവവചനത്തോട് മത്സരിക്കുന്ന മനുഷ്യരും സാത്താന്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് സാത്താന് സമ്പൂർണ്ണ നാശം സംഭവിക്കുന്നത്. കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും. അപ്പോൾ സാത്താൻ ബന്ധിക്കപ്പെടും. എന്നാൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവനെ അല്പകാലം അഴിച്ചുവിടും. അപ്പോൾ അവൻ ഗോഗ് മാഗോഗ് എന്നീ ജാതികളെ വശീകരിക്കുകയും അവരെ ഇസ്രായേലിനെതിരായി കൊണ്ടുവരികയും ചെയ്യും. അവർ വന്ന് വിശുദ്ധ നഗരം വളയുമെങ്കിലും ആകാശത്തു നിന്ന് തീ ഇറങ്ങി ആ സൈന്യത്തെ നശിപ്പിക്കുകയും അവരെ ഇസ്രായേലിനെതിരായി കൊണ്ടുവന്ന പിശാചിനെ എന്നേക്കുമായി ഗന്ധകത്തീപ്പൊയിലേക്ക് തള്ളുകയും ചെയ്യും. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും എന്ന് യെശയ്യാ പ്രവാചകൻ 14:15 പറയുന്ന ആ പ്രവചനം അപ്പോഴാണ് നിറവേറുന്നത്. സാത്താന്യ ശക്തിയെക്കുറിച്ചും ആത്മമണ്ഡലത്തിൽ ഇപ്പോൾ അവയ്ക്കുള്ള സ്വാധീനതയെക്കുറിച്ചും തിരുവെഴുത്ത് ഇപ്രകാരമൊക്കെ പറയുമ്പോൾ അനേകരും അത് തിരിച്ചറിയാതെ സാത്താൻ്റെ തല തകർന്നു, പല്ല് തകർന്നു, ചെവി തകർന്നു എന്നൊക്കെ ജനത്തെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ ജനത്തെ ആത്മീക തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്താൽ സാത്താനും മരണത്തിന്മേലുണ്ടായിരുന്ന അധികാരം നഷ്ടമായി, ആയുധവർഗം നഷ്ടമായി എന്നിങ്ങനെയുള്ളത് ഒഴിച്ചാൽ മറ്റ് യാതൊരു ദോഷവും അവനുണ്ടായിട്ടില്ല. ദൈവജനത്തിൻ്റെ ആത്മീയ മുന്നേറ്റത്തിനെതിരായും നിത്യജീവന നിയമിക്കപ്പെട്ടവരുടെ വിടുതലിനെതിരായും സാത്താൻ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. യേശുക്രിസ്തു ദൈവജനത്തിന് നൽകിയിരിക്കുന്ന സർവായുധവർഗം അണിഞ്ഞ് ഓരോ വ്യക്തികളും ഓരോ വിശ്വാസിയും സാത്താനോട് എതിർത്ത് നിൽക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും ക്രിസ്തുവുള്ള അധികാരത്തെ പ്രായോഗികമാക്കുകയും ചെയ്യുന്നവർ എപ്പോഴും ഈ ആത്മീയ യുദ്ധത്തിൽ ജയാളികളായി മാറുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 2:14 ശ്രദ്ധിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാത്തവരോടും യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടില്ലാത്തവരോടും സാത്താനും പോരാടും. യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് വിശ്വാസ സ്നാനവും സ്വീകരിച്ച് ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയിൽ അംഗമായി കഴിഞ്ഞാൽ എല്ലാമായി എന്ന് കരുതുന്നവരുണ്ട്. ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനവും അങ്ങനെയാണ് ചിന്തിച്ചത്. തങ്ങളെ അതുവരെ അടിമത്വത്തിലാക്കിയിരുന്ന ഫറവോനെയും സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ തള്ളിക്കളഞ്ഞത് കണ്ടപ്പോൾ അവരുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. മിര്യാമും മറ്റു സ്ത്രീകളും തപ്പെടുത്തു പാടി. ഇനിയൊരു ശത്രുവും തങ്ങൾക്കില്ല എന്നുള്ള അഹങ്കാരത്തോടെ കനാൻ ദേശത്തേക്ക് ചുവടുകൾ വെച്ച ഇസ്രായേലിൽ ബഹുഭൂരിപക്ഷത്തിനും കനാൻ നാട്ടിലെത്തുവാൻ കഴിഞ്ഞില്ല. ആ തലമുറയിൽ യോശുവയും കാലവും മാത്രമാണ് കനാൻ നാട്ടിൽ പ്രവേശിച്ചത്. മറ്റുള്ളവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണു. ഫറവോനും സൈന്യവും മരിച്ചെങ്കിലും അവൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന സാത്താന്യ ശക്തികൾക്ക് ഒരു നാശവും സംഭവിച്ചിട്ടില്ല എന്നും ആ തലമുറയിൽ യോശുവയും കാലവും മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് അവർ ദൈവത്തോട് ചേർന്നിരുന്നു. യോശുവയും കാലേബും ദൈവത്തോട് ചേർന്നിരുന്നത് പോലെ ഓരോ ദിനവും നാമും ദൈവത്തോട് ചേർന്നിരിക്കേണ്ടിയിരിക്കുന്നു. സാത്താൻ ആയുധമൊന്നുമില്ലെങ്കിലും അവൻ ഇന്നും നമുക്കെതിരായിട്ടുണ്ട്. ആത്മാവിനെ അനുസരിക്കുന്നവരാണ് അവനെ ജയിക്കുന്നത്. ഒന്നാമത്തെ തോട്ടമായിരുന്ന ഏദനിൽ വെച്ച് സാത്താൻ ഉപായത്താൽ മനുഷ്യനെ പരാജയപ്പെടുത്തി. എന്നാൽ രണ്ടാമത്തെ തോട്ടമായിരിക്കുന്ന ദൈവസഭയിൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മശക്തിയാൽ മനുഷ്യൻ സാത്താനെ പരാജയപ്പെടുത്തും. ദൈവജനം സാത്താനെ ജയിക്കുവാനാണ് യേശുക്രിസ്തു അവിടെ ആയുധവർഗത്തെ താഴെ ഒപ്പിച്ചത്. റോമർക്കെഴുതിയ ലേഖനം 16:20 പറഞ്ഞു, സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. അഭിഷിക്തനായ ദാവീദിൻ്റെ കാൽ കീഴിലേക്ക് ഫെലിസ്ത്യമലനെ ദൈവം തള്ളിയിട്ടതുപോലെയും യേഹൂവിൻ്റെ കാൽ കീഴിലേക്ക് ഇസബേലിനെ തള്ളിയിട്ടതുപോലെയും ദൈവം അത് ചെയ്യും. അന്ത്യകാല ആത്മപകർച്ചയ്ക്കായി കർത്താവ് കരങ്ങളെടുക്കുന്നവരും ദൈവത്തിൻ്റെ സഭയും സാത്താന്യ കുടിയിരിപ്പ് കേന്ദ്രങ്ങളെ കാൽ കീഴെയാക്കും. മരണമെന്ന ശക്തമായ ആയുധം കാട്ടി മനുഷ്യവർഗത്തെ ഭീഷണിപ്പെടുത്തി വന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും മനുഷ്യൻ തന്നെ പരാജയപ്പെടുത്തണം. യേശുക്രിസ്തു സാത്താൻ്റെ ആയുധവർഗത്തെ താഴെ വെപ്പിച്ചതും അവനെ പരസ്യമായി കാഴ്ചയാക്കിയതും ദൈവസഭ അവനെ ജയിക്കുവാനാണ്. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളഞ്ഞ സാത്താനെ മനുഷ്യൻ പരാജയപ്പെടുത്തണം. യേശുക്രിസ്തുവിനെ അനുസരിക്കുന്ന നമ്മിൽ കൂടെയാണ് ദൈവം അത് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു ചെയ്തതിലും വലിയത് അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും.